അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്ക ട്രാവൽ ലോഗ്. അങ്ങനെ നമ്മളിപ്പോൾ കോട്ടൂരുള്ള എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ വന്നതിൻ്റെ കാഴ്ചകളെല്ലാം കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കോട്ടൂർ. എന്തായാലും നമുക്കിനി അതിൻ്റെ എൻട്രൻസിലോട്ടൊക്കെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് പ്ലാസ, ടിക്കറ്റ് കൗണ്ടർ എല്ലാം ഇവിടെയാണ്. നമുക്കകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ 6 പേരുള്ളതിൽ 3 പേരാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് വണ്ടിക്കകത്തുനിന്ന്. ബാക്കി 3 പേര് വണ്ടിക്കകത്താണ്. അവരുടനെ ഇറങ്ങും. അപ്പോൾ നമ്മളങ്ങനെ അകത്ത് കയറി. ഫുള്ളൊരു വനം പോലെ തന്നെ അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കിതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഫ്രണ്ട്സ്, ഒരു ആന നിൽപ്പുണ്ട് ഇവിടെ. ഒരു 10-14ഓളം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിപ്പോ 7ആയിട്ട് ചുരുങ്ങി. ബാക്കി ഇപ്പോ ഈ 14 ആനകളിൽ 7 ആനകളെ ക്വാറന്റൈനിൽ വെച്ചിരിക്കുകയാണ്, ഉൾക്കാട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ചേച്ചി എടുത്ത് ചോദിക്കാം. പറഞ്ഞാൽ മതി. ഇവിടെ ആകെ ഉള്ളത് 14 ആനകളാണ്. അതില് ഹെർപ്പസ് വൈറസ് ബാധിച്ചത് കാരണം ബാക്കിയുള്ള 7 ആനകളാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. ബാക്കി 7 ആനകള് ക്വാറന്റൈനിലാണ്. മുന്നോട്ട് മാറ്റി ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ് ഇവിടെ തേക്കുമലപ്പാറ ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് ഉണ്ട്. അത് 3 മണിക്കൂറാണ്. അത് 5 പേർക്ക് 1050 രൂപയാണ്. ഒരാൾ കൂടെ കൂടിയാൽ പിന്നെ അത് ഡബിൾ ചാർജ് ആവും. പിന്നെ വേറെ ട്രക്കിംഗ് ഉണ്ട്, കതിർമുടി ട്രക്കിംഗ്. അത് ഒരു ദിവസത്തെ നമ്മൾ മുമ്പേ തന്നെ ബുക്ക് ചെയ്യണം. വരുന്നതിന്റെ തലേ ദിവസം വിളിച്ച് ഇവിടെ കൺഫേം ചെയ്യണം. പിന്നെ രാവിലെ 8 മണിക്ക് ഇവിടെ എത്തണം. 5 കിലോമീറ്റർ സ്വന്തം വണ്ടിയിൽ തന്നെ പോകണം. അവിടെ നിന്ന് നടന്ന് മല കയറണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് 5 മണിയോടുകൂടി തിരിച്ചിവിടെ എത്താൻ പറ്റും. അതൊക്കെയാണ്. ഫുഡ്, വെള്ളം ഇതെല്ലാം കൊണ്ടുപോകണം. പിന്നെ ഇവിടെ റൂം ഒക്കെ കിട്ടും. സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി റൂം കിട്ടും. റൂം വർക്കിംഗ് ഡേ 1900, ഹോളിഡേയ്സ് 2500 AC കോട്ടേജ് ആണ്. പിന്നെ ഡോർമെറ്ററി ഉണ്ട്. 10 പേരുണ്ടെങ്കിൽ ഒരു ബെഡിന് 360 രൂപ വെച്ച് കിട്ടും. അങ്ങനെയൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ എല്ലാം കാണാം. ബോട്ടിങ്, ക്യാൻറ്റീൻ, പിന്നെ ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. ഓണത്തിന് കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എലിഫന്റ് ആംബുലൻസ്. അപ്പൊ ഇതിലൊക്കെയാണ് ഈ വയ്യാതെയൊക്കെ ഉള്ള ആനകളെയൊക്കെ കയറ്റി ബാക്കി ചികിത്സയ്ക്കും കൊണ്ടുപോകുന്നതും തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ ഇതുപോലത്തെ 2 വണ്ടികളിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കോട്ടൂർ, ട്രിവാൻഡ്രം. അതും ഇപ്പോൾ ഇവിടെ ഒരു ഓഫീസാണ്. കേരള ഫോറസ്റ്റ് വെറ്റിനറി വിങ്ങിന്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ആനയെ കാണാൻ പോകാം. അപ്പൊ അത് അടുത്ത നമ്മുടെ ഒരു കൊമ്പൻ, ചെറിയൊരു കൊമ്പനെ കാണാം. പക്ഷെ അങ്ങനെ ഇന്ന് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. കൊമ്പൻ മനസ്സിലായി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാണെന്ന്. അങ്ങനെ ചെറിയ ഡാൻസ് ഒക്കെ കളിച്ചു തരാണ്.
ഫുഡ് കഴിക്കുന്നുമുണ്ട്, ഡാൻസ് കളിക്കുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ആശാൻ. ഫ്രണ്ട്സ്, പണ്ട് നമ്മള് ഈ പൂവിൽ നിറച്ച് ഒരുപാട് തേൻ കുടിച്ചിട്ടുണ്ട്. ഇത് മുളക് പൂ എന്നൊന്നോ പറയും, വലിയ മരമാവും. ഉണ്ട്, ഇത് തന്നെ. ഇതിനെ തന്നെ പറിച്ച് ആ ചുവപ്പ് പൂവിന്റെ ഭാഗവും ഞെട്ടിന്റെ ഭാഗവും മാറ്റി തേനുള്ള ഒരു പൂവാണത്. ഫ്രണ്ട്സ്, ഇതൊരു സ്റ്റേജ് പോലെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു അണ്ണൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഗജദിനം എന്നൊരു ദിനമുണ്ട്. അപ്പൊ ആ ദിവസം പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരും, ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യക്കാരും. അപ്പൊ അവരൊക്കെ വരുമ്പോ ഇവിടെയൊക്കെ അന്ന് ആ സമയം ഇതെല്ലാം ക്ലീൻ ചെയ്ത് അന്ന് ആനയൂട്ട് ഉണ്ട്, അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തും. അത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. അതും ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. അങ്ങനെ 2 ഉപയോഗങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും അത് നല്ല രീതിയിൽ അവര് സീറ്റിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ചെറിയ ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്, അതൊരു രസം. സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പണ്ടെപ്പോഴോ വച്ചതാണ്. ഒരു തടിപ്പാലം, ചെറിയൊരു ചാലുണ്ട്. അത് വേറൊന്നുമല്ല, ആന അപ്പുറത്തോട്ട് ചാടി വരാതിരിക്കാൻ അവർക്ക് അവിടെ ഒരു ക്വാർട്ടേഴ്സ് പോലെ 1-2 ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അവിടെ സ്റ്റാഫൊക്കെ താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ വന്ന വഴി എന്തായാലും കൊള്ളാം. നല്ല രീതിയിൽ അവര് ഒരു കാടിന്റെ ആംബിയൻസിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഫ്രണ്ട്സ്, ആ നിൽക്കുന്നു 2 കൂട്ടുകാർ. ഇവിടെ നമുക്ക് 2 കൂട്ടുകാരെ കാണാം. ഇത് ആശാൻ അല്പം കുഞ്ഞനാണ്, അവന് കളിപ്രായം. നമ്മൾ നേരത്തെ കണ്ട കൊമ്പനെ പോലെ തന്നെ അവന് കളിയും ഡാൻസും ഫുഡ് കഴിപ്പുമാണ് കേട്ടോ. അവൻ കുറച്ചുകൂടി വലുതാണ് ആള്, അവൻ കുറച്ചുകൂടി ചെറിയ കുട്ടിയാണ്. അങ്ങനെ 2 പേരെ നമുക്കൊരു ഫ്രെയിമിൽ ഇങ്ങനെ കാണാം. കാല് പൊക്കിയൊക്കെ ഡാൻസ് കളിക്കുകയാണ്. ഇത് അവിടെയൊക്കെ ക്വാർട്ടേഴ്സ് ആണ് ഫ്രണ്ട്സ്. ഇതൊക്കെ സ്റ്റാഫിനും പിന്നെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ആണ് അതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയെ കാണാം. ഏതാണ്ട് ഒരു 87 വയസ്സോളം പ്രായമുണ്ട്. നമുക്ക് ആ വ്യക്തിയെ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതാണ് ആള്. 87 വയസ്സുകാരൻ, ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി. ആ വ്യക്തിയാണ് നമ്മളിപ്പോ കാണുന്നത്. മുൻപൊരിക്കൽ വന്നപ്പോ
പുള്ളിക്കാരന് നല്ല വലിയൊരു കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കൊമ്പൊക്കെ കൊഴിയാറായി എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പൊ ആ കൊമ്പെല്ലാം പോയി. അത് കഴിഞ്ഞ് ചെറിയ ഒരു തേറ്റ വന്നിട്ടുണ്ട്. ചെറിയൊരു തേറ്റ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതാണ് എല്ലാവരുടെയും ഗ്രാൻഡ് ഫാദർ. ഫ്രണ്ട്സ്, പുള്ളിക്കാരൻ്റെ ഭയങ്കര ചൊറിച്ചിലാണെന്ന് തോന്നുന്നു. ഒരു കമ്പെടുത്ത് വെച്ച് ചൊറിയുന്നുണ്ട്. അത് കുറച്ചേ ക്യാമറയിൽ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ 5 വ്യക്തികളെ കണ്ടു. ഇനി 2 പേരുടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വാഷ്റൂം ഒക്കെ ഉണ്ട്. ചെറിയൊരു മഴക്കോളും വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതൊരു ലേക്കാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഒരു മഴ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. നല്ല രസകരമായ ഒരു കാഴ്ച. അങ്ങ് ഉള്ളിലോട്ടൊക്കെ ഭയങ്കരമായ വനമാണെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടൊന്നും ബോട്ടിംഗ് പാടില്ല. അവർക്ക് ഏതോ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിലെ ബോട്ടിംഗ് പോകാവൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ആനയെ നിർത്തി കുറ്റിയിൽ കെട്ടി കുളിക്കാൻ വിടുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത്. ഇവിടെ 1-2 കുറ്റിയൊക്കെ ഉണ്ട്. ഇപ്പൊ രാവിലെ ഒരു 6, 6:30, 7, 7:30 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഉള്ള ജോലിക്കാരെല്ലാം കൊണ്ട് വാക്കിംഗ് എക്സസൈസ്, കുളിപ്പിക്കും, ഫുഡ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റൂല. അതൊക്കെ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തായാലും ബോട്ടിംഗ് ഏരിയയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു വാട്ടർ വേ നമുക്കിവിടെ കാണാം. ഇങ്ങനെ ദൂരെ വളവും തിരിവും ആയിട്ട് അവിടെ ചെന്നിട്ട് 2 ഡീവിയേഷൻ, ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും. നല്ല രസമുള്ളൊരു വാട്ടർ വേ ഡീവിയേഷനാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന്റെ ചാർജ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചങ്ങാടം 30 മിനിറ്റ് 100 രൂപ പെർ ഹെഡ്. കുട്ടവഞ്ചി 400 ഫോർ ട്രിപ്പ്. വെള്ളം പെഡൽ ബോട്ട് 2 സീറ്റ് 4 സീറ്റ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ ചാർജസ്. ഇതാണ് നമ്മുടെ ബോട്ടിംഗ് ഏരിയ. ഇതാണ് കമത്തി വെച്ചിരിക്കുന്നതാണ് കുട്ടവഞ്ചി. ഇതേ കിടക്കുന്നു 2 സീറ്റ് പെഡൽ ബോട്ടും 4 സീറ്റ് പെഡൽ ബോട്ടും. നമുക്കിതാ അതിമനോഹരമായ ഒരു കാഴ്ച കാണാം. ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വഴി അവര് വെട്ടിയിട്ടുണ്ട്. അല്ല, മണ്ണൊക്കെ ഇട്ട് ഒരു മൺപാത റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തോ ഇതിന്റെ ഉൾക്കാട്ടിലോട്ടായിരിക്കണം ഈ വയ്യാത്ത ആനകളെ ക്വാറന്റൈനിൽ കൊണ്ടുപോയത്. ആ ചേച്ചി പറഞ്ഞ പോലെ ഉൾക്കാട്ടിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്തോട്ടായിരിക്കണം. അത് വേണമെങ്കിൽ നമുക്ക് ആയിടത്തെങ്കിലും ചോദിക്കാം. എന്തായാലും ഇതൊരു
നല്ലൊരു മൺവഴിയാണ് കാട്ടിനുള്ളിലോട്ട് പോകാനുള്ള. ഫ്രണ്ട്സ്, ഇതൊരു ബിൽഡിംഗ് ഹോട്ടലാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ എന്തായാലും കൊള്ളാം അതിന്റെ സ്ട്രക്ചർ. നടുക്കൊരു മരം. ഇവിടെ ആളുകളൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും പോയേക്കാം. അങ്ങൊരു മല കാണാം. ഇതും ഒരു വാട്ടർ വേ ആണ്. അവിടെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകണം. ഉൾക്കാടിലോട്ടാണ്. നല്ല രസകരമായ ഒരു കാഴ്ച. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചു നടന്നു. 3 പേര് ഒരു ഫ്രെയിമിൽ കിട്ടി. വലിയ ആളങ്ങ് അപ്പുറത്ത് റൈറ്റ് സൈഡ്, ബാക്കി 2 ചെറിയ ആളുകൾ. പിന്നെ ബാക്കിയുള്ള 2 പേരെയും കൂടെ കാണാൻ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ കാണാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ വന്നു തുടങ്ങി. അത് കുഞ്ഞു കുരങ്ങ് എന്താ കയറി പോകുന്നുണ്ട്. മരം കയറി പോകുന്നുണ്ട് അവൻ. അവൻ കയറി സേഫായി. ഓഫീസ് ഓഫ് ദി ഡെപ്യൂട്ടി വാർഡൻ, കാപ്പുകാർ. അപ്പൊ ഈ വഴിയാണ് ഇനി അടുത്ത് ഒരു ആനയെ കാണാൻ നമ്മൾ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ 1-2 ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, കോട്ടേജ് പോലെ. നമുക്കിനി ആ കാണുന്ന പച്ച ബിൽഡിംഗ് ആണ് പോവേണ്ട, മുകളിലുള്ള. അവിടെ ഒരാളുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലെ നടന്ന് പോണം. ഒരു ചെറിയ മല കയറ്റമാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഒരാളെയും കൂടെ കാണാം. അപ്പൊ നമുക്ക് ആനയുടെ അടുത്തേക്ക് പോവാം. ഇതുവഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് കാണാം. വൗ, ഇതൊരു വലിയ കൊമ്പനാണല്ലോ. ഇതിന്റെ കൊമ്പെല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇത് വലിയൊരു കൊമ്പൻ. പക്ഷെ കൊമ്പിനനുസരിച്ചുള്ള ഒരു സൈസ് ഇല്ല ആശാൻ. എനിക്ക് തോന്നുന്നത് ആശാൻ മെലിഞ്ഞു പോയതായിരിക്കും. നമസ്കാരം. അപ്പൊ കണ്ട ഫ്രണ്ട്സ്, അതിന്റെ കൊമ്പ് ഇങ്ങനെ വെട്ടി മുറിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും വിഷയം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാവാം, അറിഞ്ഞൂടാ. അതെന്തായാലും ഒരാളെയും കൂടി കണ്ടു. അപ്പൊ നല്ലൊരു മഴ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയേക്കാം. അപ്പൊ നമ്മളങ്ങനെ 6ാമത്തെ ആളിനെ ഇവിടെ കണ്ടു. ഇടയ്ക്ക് ഒരു ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ 6 പേരേ ഉള്ളൂ. 7ാമത്തെ ആളിനെ ക്വാറന്റൈനിൽ കൊണ്ടുപോയി എന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി 6 പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അതാഴത്തേക്കും ചോദിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഷെഡിനകത്ത് ഇങ്ങനെ ഒതുങ്ങി. ഫ്രണ്ട്സ്, നല്ല മഴ പെയ്യുന്നുണ്ട്. പതങ്ങന്മാരിരുന്ന് നനയുകയാണ്. കുഞ്ഞു കൊരങ്ങൻ മരത്തിന്റെ അടിയിൽ വന്നു.
ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നടന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പൊ എന്തായാലും നമുക്കൊരു 6 ആനയെ കാണാൻ പറ്റിയുള്ളൂ. 7ാമത്തേനെ ഈ ഇടയ്ക്ക് എപ്പോഴും കോർണറിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. എന്തായാലും ചെറിയ മഴയുണ്ട്. അപ്പോ എങ്ങനെയാണ് ട്രാവലിംഗ് പ്ലാൻ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്ന സ്പോട്ടാണ് പേപ്പാറ ഡാം. അപ്പൊ അത് ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോ പേപ്പാറ ഡാമില് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. അതിന്റെ റിസർവയർ, ഡാമിന്റെ വ്യൂ അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം.